മക്കളെ നമസ്കാരം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇതിന് മുന്നേ ഓർത്തോനോമൽ ബേസിസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓർത്തോനോമൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഒരു പാർസലൈസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ്. അതായത് ഒരു ഓർത്തോനോമൽ സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഹിൽബർട്ട് സ്പേസിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഏതൊരു പോയിന്റിൽ നിന്നും നമുക്ക് ഈ ഒരു ഇക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് യു ആർ ഗിവൺ എ ഓർത്തോനോമൽ സിസ്റ്റം കളക്ഷൻ EI in an Hilbert space H, then corresponding to each point in H we can write the following equality. That means our identity norm x square is equal to summation I equal to 1 to infinity modulus of inner product x with EI square. Okay, ഇത് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ബെസൽസ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റിയിലെ ഇക്വാലിറ്റി എക്സ് പോലുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ദിസ് ഐഡൻറ്റിറ്റി ഈസ് നോൺ ആസ് പാർസലൈസ്ഡ് ഐഡൻറ്റിറ്റി. നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. സപ്പോസ് ചെയ്തു ഗിവൺ EIs എന്ന് പറയുന്നത് ഓർത്തോനോമൽ സിസ്റ്റം ആണെന്ന്. ഓർത്തോനോമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എവറി പോയിൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഓർത്തോനോമൽ കോമ്പിനേഷൻ എന്ന് നമുക്കറിയാം. കാരണം EI ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറ്റ് ഈസ് എ മാക്സിമൽ ഓർത്തോനോമൽ സെറ്റ് ഇൻ H, ഓർ സ്പാൻ ഓഫ് EI ക്ലോഷേഴ്സ് ഈസ് ഈക്വൽ ടു H ആൻഡ് EIs ആർ ഓർത്തോനോമൽ. ഓർത്തോനോമൽ മീൻസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് 0യും സെയിം എലമെൻറ്റ്സ് 1ഉം ആയിരിക്കും എന്നാണ്. ഓക്കെ, ഇനി ഏതൊരു എലമെൻറ്റിൻ്റെയും ഓർത്തോനോമൽ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. കറസ്പോണ്ടിങ് ടു ഈച്ച് പോയിൻറ്റ് എക്സ് ഇൻ ഇച്ച് വി ക്യാൻ റൈറ്റ് എക്സ് ആസ് ദി സമ്മേഷൻ I equal to 1 to infinity AI EI, വേർ AI equal to inner product x with EI. ഓക്കെ, അതായത് ആ സ്കാലേഴ്സ് എക്സ് വിത്ത് EI ആയിരിക്കും. ഇനി നോം എക്സ് സ്ക്വയറിലേക്ക് നോക്കാം. നോം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സമ്മേഷൻ, ദാറ്റ് സമ്മേഷൻ വിത്ത് സെയിം. ഓക്കെ, പക്ഷേ ഇവിടെ EIs ഓർത്തോനോമൽ ആയതുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് എല്ലാം ഇല്ലാതാവും. സെയിം വാല്യൂസും മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടേമിൽ നിന്ന് എക്സ് വിത്ത് EIയും സെക്കൻഡ് ടേമിൽ നിന്ന് അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള എക്സ് വിത്ത് EIയുടെ കോൺജുഗേറ്റ് EI വിത്ത് എക്സുമായിരിക്കും. അതായത് Z ഇൻറ്റു സെറ്റ് കോൺജുഗേറ്റ് എന്ന മോഡ് സെറ്റ് സ്ക്വയർ ആണ്. ബട്ട് EI വിത്ത് EIയുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദോർഫോർ നോം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI സ്ക്വയർ എന്ന് നോക്കും. ടു പ്രൂവ് ദ റിവേഴ്സ് ഇൻഇക്വാലിറ്റി വി സപ്പോസ് our reverse process, we consider norm x cos is equal to sigma equal to 1 to infinity modulus of inner product x with I square. We need to prove EIs എന്ന് പറയുന്നത് നിന്ന് നമുക്ക് എവരി ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. EI ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൾറെഡി EI എന്ന് പറയുന്നത് ഓർത്തോനോമൽ സെറ്റ് ആയിരിക്കും. ബേസിസ് ആവണമെങ്കിൽ ഏതൊരു പോയിൻറ്റിനെയും നമുക്ക് ഒരു ഓർത്തോനോമൽ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റണം. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് വി ക്യാൻ റൈറ്റ് സിഗ്മ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI ഇൻറ്റു EI എന്ന് എഴുതാൻ പറ്റണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഒരു ഫൈനൈറ്റ് സമേഷൻ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് yn ഈക്വൽ ടു I ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI ഇൻറ്റു EI. അപ്പോൾ അത് n ടേംസിൻ്റെ സം ആയിരിക്കും. n ലീനിയർ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അതെന്തായാലും എച്ചിലെ ഒരു പോയിൻ്റ് തന്നെ ആയിരിക്കും. ഇനി അതിന് ലിമിറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ആ ലിമിറ്റ് എക്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നോം ഓഫ് എക്സ് മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to n എക്സ് വിത്ത് EI സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് സിഗ്മ വേരീസ് ഫ്രം 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI ഇൻറ്റു EI. ആ സെയിം വാല്യൂ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കും. അപ്പോൾ അതിനകത്ത് 4 ടേമുകൾ കിട്ടുക. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് കിട്ടും. അതുപോലെ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് റൈറ്റ് സൈഡിലുള്ള പ്ലസ് അല്ല മൈനസാണ് വരിക, മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് സിഗ്മ ഈക്വൽ ടു 1 to n എക്സ് വിത്ത് EI ഇൻറ്റു EI കിട്ടും. സിമിലർലി തിരിച്ചുള്ള ടേം, അതായത് മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് സിഗ്മ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI വിത്ത് എക്സ് എന്ന് കിട്ടും. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ആ സമേഷൻ 2 പ്രാവശ്യം എടുക്കുന്നത്. അതിനകത്ത് അപ്പോൾ ഇടയിൽ 2 ടേം എന്ന് പറയുന്നത് നമുക്ക് ഒരു മൈനസ് ടൈംസ് ആണ് കിട്ടുക. കാരണം എക്സ് വിത്ത് EI എന്നുള്ള കേസും അല്ലാത്ത കേസും കൺസിഡർ ചെയ്യുമ്പോൾ EI വിത്ത് എക്സ് 2 പ്രാവശ്യം അതിനകത്ത് വരും. അപ്പോൾ മൈനസ് ടേമും അതിനകത്തുണ്ടാവും. അതുപോലെ ലാസ്റ്റ് ടേം ഒരു ടേമും ആയിരിക്കും. അപ്പോൾ ഒന്ന് -2 സമേഷൻ പ്ലസ് സിംഗിൾ സമേഷൻ എന്ന ഫോമാണ് ആദ്യത്തെ അവസാനത്തെ 3 ടേമുകളിൽ നിന്ന് കിട്ടുക. ഫസ്റ്റ് ടേം ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ മൈനസ് ടേമും പ്ലസ് ടേമും കട്ട് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് സിംഗിൾ വരും. അത് -2x അല്ലെങ്കിൽ -2y പ്ലസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -y കിട്ടുന്നത് പോലെ നമുക്ക് ആ ലാസ്റ്റ് 3 ടേമിൽ നിന്ന് കിട്ടുന്നതാണ് മൈനസ് സമേഷൻ I വേരീസ് ഫ്രം 1 to n മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് I സ്ക്വയർ എന്നുള്ളത്. ഫസ്റ്റ് ടേം ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് വിച്ച് ഇസ് ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ I വേരീസ് ഫ്രം 1 to n മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് EI സ്ക്വയർ എന്ന് കിട്ടുന്നു. ലെറ്റിംഗ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്കറിയാം, തൊട്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻഇക്വാലിറ്റി നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. അത് പ്രകാരം ഇൻഇക്വാലിറ്റി ആയി മാറും. ഇൻഇക്വാലിറ്റി ആയി മാറുമ്പോൾ വിച്ച് ടെൻഡ്സ് ടു എവിടേക്കായിരിക്കും പോവുക? 0യിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ,
അപ്പോൾ ഈ വാല്യൂ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എൻ മോഡുലസ് അല്ല നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ സ്ക്വയർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അതിനർത്ഥം വൈ എൻ ഈസ് എ സീക്വൻസ് വിച്ച് കൺവേർജസ് ടു എക്സ് എന്നാണ് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എവരി മെമ്പർ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വൈ എൻ ഓർ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ i വേരിയസ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ഇന്നപ്പുറത്ത് എക്സ് വിത്ത് ഇ ഐ ആയി മാറുന്നു. ദെർഫോർ ഇ ഐസ് എന്ന് പറയുന്നത് ഓർത്തോനോമൽ ബേസിസ് ആവും. അതായത് ഏതൊരു പോയിൻറ്റിനെയും അങ്ങനെ ഒരു കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നത് കൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് എപ്പോഴാണ് തിയറം ഡിസ്കസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ട് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസുകൾ തമ്മിൽ ഐസോമെട്രിക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യു ആർ ഗിവൺ ടു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് H1 and H2, then they should be isometric to each other. അതിനർത്ഥം there is a isomorphism, a linear isomorphism which satisfies the norm preserving property as well as the inner product preserving property. അതിൻ്റെ നോം പ്രിസർവിങ് പ്രോപ്പർട്ടി പറഞ്ഞാൽ നോം ഓഫ് ടി എക്സ് ഈസ് ഈക്വൽ ടു നോം എക്സ് എന്ന് കിട്ടും. അപ്പോൾ അതിൽ നോം ടി എക്സിലെ നോം എന്ന് പറയുന്നത് H2ലെ നോമും നോം എക്സിലെ നോം എന്ന് പറയുന്നത് H1ലെ നോമും ആയിരിക്കും. കാരണം എക്സ് എലമെൻറ്റ് ഓഫ് H1 ആയതുകൊണ്ട്. കൂടാതെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടി എക്സ് വിത്ത് ടി വൈ H2ലെ കേസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് H1 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെയും നോമിൻ്റെയും പ്രോപ്പർട്ടി സാധാരണ ലീനിയർ ഐസോമെട്രി ബനാങ് സ്പേസിലാകുമ്പോൾ നോം പ്രിസർവിങ് ബൈജക്റ്റീവ് കണ്ടിന്യൂസ് മാപ്പ് വിത്ത് ഇൻവേഴ്സ് കണ്ടിന്യൂസ് എന്ന് മാത്രം ഉണ്ടാവുക. ഇവിടെ ആകുമ്പോൾ ബൈജക്റ്റീവ് കണ്ടിന്യൂസ് ഇൻവേഴ്സ് കണ്ടിന്യൂസും ആയിരിക്കും, നോം പ്രിസർവിങ് ആയിരിക്കും. ദെൻ ഇറ്റ് സാറ്റിസ്ഫൈസ് ദി ഇന്നർ പ്രൊഡക്റ്റ് പ്രിസർവിങ് പ്രോപ്പർട്ടി ഓൾസോ. ഓക്കെ, അപ്പോൾ ഞാൻ H1 H2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ആണ്. എനിക്ക് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഐസോമെട്രി ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ H1നെ H എന്നുള്ള ഒരു ആർബിട്രറി ഹിൽബർട്ട് സ്പേസ് ആയിട്ടും H2നെ L2 ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. കാരണം L2 ഈസ് എ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക എപ്പോഴും, സ്മോൾ L2 എന്ന് പറയുന്നത്. ലെറ്റ് Fi ഈസ് ആൻ ഓർത്തോനോമൽ ബേസിസ് ഓഫ് H. Then by the definition of orthonormal basis, every member can be written as an orthonormal combination, infinite linear combination. That means x is equal to sigma equal to 1 to infinity x with Fi with Fi. അതായത് അടുത്ത സ്കാലാർസ് ആ ടേം Fi ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും കിട്ടുക. കൂടാതെ അത് പാർസലൈസ് ഐഡൻറ്റിറ്റി കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന തൊട്ട് മുകളിലെ ആ പാർസലൈസ് ഐഡൻറ്റിറ്റി തിയറം പ്രകാരം അറിയാം. ഇതുപോലെ EI എന്ന് പറയുന്നത് L2ൻ്റെ സ്റ്റാൻഡേർഡ് ഓർത്തോനോമൽ ബേസിസ് ആണ്. EI എന്ന് പറയുന്നത് 1 occurs at the ith entry and all other entries are 0 എന്ന ഫോമിലാണ്. ഇനി ഞാൻ ഡിഫൈൻ T ഫ്രം H into L2 ഡിഫൈൻഡ് ബൈ T of x is equal to sigma I varies from 1 to infinity x with Fi with EI ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഈ എക്സും വൈയും ഒക്കെ ഉള്ളത് ഞാൻ Hലാണ് എടുക്കുന്നത്. അപ്പോൾ Hലാവുമ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ ശരിക്കും സിഗ്മ I varies from 1 to infinity ഇന്നവിടെ x with Fi ആയിരിക്കും. അതിനകത്തുള്ള ആ സ്കാലേഴ്സാണ് എക്സ് വിത്ത് Fi. അപ്പോൾ ആ സ്കാലേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു വെക്ടറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ആ വെക്ടറിൻ്റെ വെക്ടർ പാർട്ടൊക്കെ EIs ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ Fi's നിൽക്കുന്ന സ്ഥലത്ത് EIയിലേക്ക് മാറ്റുമ്പോഴാണ് ഇമേജ് എലമെൻറ്റ് കിട്ടുന്നത്. ഇനി ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ x equal to y implies f of x is equal to f of y എന്ന് കിട്ടണം. അതിന് വേണ്ടി x is equal to y in H means both can be written as an orthonormal combination. That means x is equal to sigma equal to 1 to infinity x with Fi with Fi and y is equal to sigma equal to 1 to infinity y with Fi now. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർത്തോനോമൽ കോമ്പിനേഷനിൽ ഇങ്ങനെ രണ്ട് എലമെൻറ്റ്സ് ഈക്വലായി വരികയാണെങ്കിൽ അതിൻ്റെ സ്കാലാർ പാർട്ടുകൾ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് x with Fiയും y with Fiയും ഇന്നർ പ്രൊഡക്റ്റ് y with Fiയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്കാലേഴ്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് EI വെച്ച് അപ്ലൈ ചെയ്താലും സെയിം ആയിരിക്കും. EI വിത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി T of x ഉം T of y ആയി മാറും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ഐസോമെട്രിക് പ്രോപ്പർട്ടിയാണ്. നോം ഓഫ് T of x by squares is equal to ഇന്നർ പ്രൊഡക്റ്റ് T of x with T of x. ഓക്കെ, T of x ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. EIs ആണ് അവിടെ കൊടുക്കുക, Fi അല്ലാതെ EI ആണ്. ഓക്കെ, ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സിഗ്മ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് x with Fi with EI ഇൻറ്റു സിഗ്മ ഈക്വൽ ടു 1 to infinity x with Fi with EI എന്ന് കിട്ടുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് x with Fi സ്ക്വയർ ആയി മാറും. ഓക്കെ, ഇത് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചു. കാരണം EIസിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഒക്കെ 0 ആയി പോകും, സെയിം മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ടേമിൽ നിന്ന് x with Fi കിട്ടും, അടുത്ത ടേമിൽ നിന്ന് Fi with xൻ്റെ കോൺജുഗേറ്റ് കിട്ടും, പിന്നെ ഇന്നർ പ്രൊഡക്റ്റ് EI with EI കിട്ടും. കോൺജുഗേറ്റും ആ നമ്പർ കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മോഡ് വാല്യൂ കിട്ടും. ഇത് തൊട്ട് മുന്നേ ചെയ്ത് തന്നെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് സിഗ്മ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് x with Fi സ്ക്വയർ ആവും. വിച്ച് ഇസ് ഈക്വൽ നോം എക്സ് സ്ക്വയർ ആണ്. പാർസലൈസ് ഐഡൻറ്റിറ്റി എന്നാണ് നമുക്കത് കിട്ടുന്നത്. ദാറ്റ് മീൻസ്
നോം ടി എക്സ് സ്ക്വയർ ഈക്വൾ ടു നോം എക്സ് സ്ക്വയർ, ദാറ്റ് മീൻസ് നോം ടി എക്സ് ഇസ് ഈക്വൾ ടു നോം എക്സ് ആയി മാറും. ഇനി ഇത് 1 ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഐസോമെട്രി ആണെങ്കിൽ ഓൾറെഡി അത് 1 ആയിരിക്കും നമുക്കറിയാം, കാരണം ടി ഓഫ് എക്സ് ഈക്വൾ ടു 0 ഇംപ്ലീസ് എക്സ് ഈക്വൾ ടു 0 എന്ന് കിട്ടുന്നു. അത് കേർണൽ സിംഗിൾട്ടൺ 0 ആയിരിക്കും. നെക്സ്റ്റ് ഓൺ ടു പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡൊമൈനിൽ ഏതൊരു പോയിന്റും പ്രീ ഇമേജ് വേണം. ലെറ്റ് പി എലമെൻറ്റ് ഓഫ് L2 ബട്ട് ബൈ ദി പ്രോപ്പർട്ടി ഓഫ് ദി ഓർത്തോനോമൽ ബേസിസ് EI of L2 we can write this P as a orthonormal combination sigma I varies from 1 to infinity in a product P with EI എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സ്കാലാറിൻ്റെ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. സ്ക്വയറിൻ്റെ വാല്യൂ സിഗ്മ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് P with EI സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി അത് കൺവേർജൻ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു സ്പേസിൽ സിഗ്മ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് സം വേറെ എന്തെങ്കിലും പേരിലുള്ളത്, ഇപ്പോൾ GI സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ സമേഷൻ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് P വിത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണോ എക്സ് വിത്ത് GI വിത്ത് വേറെ ഏത് ഓർത്തോനോമൽ ബേസിസ് Hൽ എടുത്താലും അതിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ സ്കാലേഴ്സിൻ്റെ മോഡ് സ്ക്വയർ കൺവേർജൻറ്റ് സീരീസ് ആയി മാറുന്നുണ്ടെങ്കിൽ ആ സ്കാലേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഓർത്തോനോമൽ കോമ്പിനേഷൻ Hൽ തന്നെ ഉണ്ടാവും. ഓക്കെ, കാരണം ഓർത്തോഗോണാലിറ്റി ഓഫ് FI ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. സിഗ്മ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് P with EI into FI ഷുഡ് ബി എ മെമ്പർ ഓഫ് H. ആ മെമ്പർ ആവുന്ന ആ എലമെൻറ്റിന് ഞാൻ YP എന്ന് കൊടുക്കുന്നു, കാരണം ഇതിൽ P എന്ന് പറയുന്ന L2 മെമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിന് Y സഫിക്സിലാണ് P എഴുതിയിരിക്കുന്നത് ഓർക്കുക. ഫോർ T ഓഫ് YPയുടെ വാല്യൂ ബൈ ഡെഫിനിഷൻ നമ്മൾ T എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, YPയിലെ ഏത് ഓർത്തോനോമൽ ബേസിസ് ആണോ FI ആണോ ഉപയോഗിച്ചത് അതിനെ റീപ്ലേസ് ചെയ്ത് EIയിലേക്ക് മാറ്റുന്നു. അപ്പോൾ T ഓഫ് YP എടുക്കുമ്പോൾ ഇതേ കാര്യം തന്നെ എടുത്തിട്ട് അവിടെ ചെറിയ എററുണ്ട്. T ഓഫ് YP ഈക്വൽ ടു സിഗ്മ I varies from 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് YP വിത്ത് FI ഇൻറ്റു EI, കാരണം എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് ആണ് യൂസ് ചെയ്യുക, അവിടെ YP ഉപയോഗിച്ചുകൊണ്ട് YP ഉപയോഗിച്ചു. ഇനി YPയുടെ വാല്യൂ ആ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് സിഗ്മ ഈക്വൽ ടു 1 to infinity P with EI ഇൻറ്റു FI വിത്ത് EI എന്ന് കിട്ടുന്നു. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ FI വിത്ത് FIയുടെ ഒറ്റ കേസ് ഒഴികെ ബാക്കിയെല്ലാം 0 ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതായത് FI വിത്ത് FI മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിഗ്മ ഈക്വൽ ടു 1 to infinity P with EI ഇൻറ്റു EI മാറുന്നു. P with EI ഇൻറ്റു EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആരായിരുന്നു, നമ്മളുടെ P തന്നെയായിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു P ആയിരിക്കും. ഓക്കെ, therefore T of YP ഈക്വൽ ടു P, that means P has a pre-image, say YP, therefore our T is a surjective map. അപ്പോൾ സർജക്റ്റീവ് ആണ്, 1 ആണ്, ഐസോമെട്രി ആണ്, ലീനിയർ മാപ്പാണ്, എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഇന്നർ പ്രൊഡക്റ്റ് കൂടി പ്രിസർവ് ചെയ്യണം. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് if X and Y are two elements of H, then ഇന്നർ പ്രൊഡക്റ്റ് TX with TY ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് X with X എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് TX with TYയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ TXും TYയും ക്രിയേറ്റ് ചെയ്ത് EIs ഉപയോഗിച്ചാണ് ആ EIയുടെ വാല്യൂ കൊടുത്തു. സെയിം അല്ലാത്ത ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോകും. അപ്പോൾ EI വിത്ത് EI മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. X വിത്ത് FIയും Y വിത്ത് FIയുമാണ് ഉണ്ടാവുക. സിഗ്മ J varies from 1 to infinity X വിത്ത് FI ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് Y വിത്ത് FI എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഈ X വിത്ത് FIയും Y വിത്ത് FI എന്ന് പറയുന്നത് ആ എലമെൻസിൻ്റെ T ഓഫ് എക്സും T ഓഫ് വൈയുടെയും സ്കാലേഴ്സാണ്. അപ്പോൾ സ്കാലേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y വിത്ത് FI എന്ന് പറയുന്നത് T ഓഫ് വൈയുടെ സ്കാലാറിൻ്റെ കോൺജുഗേറ്റാണ്. അപ്പോൾ കാരണം L2 സ്പേസിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് X ഈക്വൽ ടു X1 X2 എക്സെട്ര ആൻഡ് Y ഈക്വൽ ടു Y1 Y2 എക്സെട്ര എന്ന് പറയുന്ന 2 points in L2 ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് X വിത്ത് Yയുടെ ഡെഫിനേഷൻ പറയുന്നത് സിഗ്മ XI YJ കോൺജുഗേറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ T ഓഫ് എക്സിൻ്റെ സ്കാലാർ എന്ന് പറയുന്നത് X വിത്ത് FIയും T ഓഫ് വൈയുടെ സ്കാലാർ എന്ന് പറയുന്നത് Y വിത്ത് FI T ഓഫ് വൈയുടെ സ്കാലാർ എന്ന് പറയുന്നത് Y വിത്ത് FIയുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്കാലാസിൻ്റെ കോൺജുഗേറ്റ് വെച്ചാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നത്. സിഗ്മ J ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് X വിത്ത് FJ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് Y വിത്ത് FJ കോൺജുഗേറ്റ് ഉണ്ടാവും മക്കളെ, പ്രത്യേകം ഓർക്കുക. അവിടെ ഒരു കോൺജുഗേറ്റ് ഉണ്ട് സാർ, അത് വിട്ടുപോയതാണ്. രണ്ടാമത്തെ ടേം ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് കോൺജുഗേറ്റ് വരിക Y വിത്ത് FJ എന്നല്ല, Y വിത്ത് FJയുടെ കോൺജുഗേറ്റ് മോഡൽ എഴുതണം. സിഗ്മ J ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് X വിത്ത് FI ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് Y വിത്ത് FJ മോഡൽ ഒരു ബാറിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് X വിത്ത് Y ഇൻ H ആണ്. H പറഞ്ഞാൽ ഇവിടെ L2. ഓക്കെ, സോറി അവിടെ അത് L2അല്ല കേട്ടോ, സോറി. അപ്പോൾ അതിനകത്ത് T ഓഫ് എക്സും T ഓഫ് വൈയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നർ പ്രൊഡക്റ്റ് X വിത്ത് FJയും Y വിത്ത് FJയും തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ടേംസൊക്കെ
ഇ ഐ വിത്ത് ഇ ഐ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കട്ടായി പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എക്സ് വിത്ത് എഫ് ജെ ഇൻറ്റു വൈ വിത്ത് എഫ് ജെ കോൺജുഗേറ്റ് തന്നെയാണ്. അതിനർത്ഥം ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ഇൻ എച്ച് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടി ഓഫ് എക്സ് വിത്ത് ടി ഓഫ് വൈയുടെ വാല്യൂ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ എച്ച് എന്നുള്ള ഫോമിലേക്ക് തന്നെ കിട്ടുന്നു. ദോർഫോർ ദിസ് ടി പ്രിസേർവ്സ് ദി ഇന്ന പ്രൊഡക്റ്റ് ആൾസോ. അപ്പോൾ നോമും ഇന്ന പ്രൊഡക്റ്റൊക്കെ പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഐസോമെട്രി എന്ന് പറയും. അതായത് ഏത് രണ്ട് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസും തമ്മിൽ എന്തായിരിക്കും, പരസ്പരം ഐസോമെട്രിക് ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ.